അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്ന ഒരു സൂറത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കൂടാതെ നമ്മുടെ മല പോലത്തെ ആവശ്യങ്ങൾ നിറവേറാൻ, നമ്മളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദിക്ർ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടാതെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതും വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനാൽ തന്നെ ഈ പവിത്രമാക്കപ്പെട്ട സുന്ദരമായ ഷാബാൻ മാസത്തിൽ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായിട്ടുള്ള നമുക്ക് ഓഫറുകൾ കോരിച്ചൊരിയുന്ന പവിത്രമാക്കപ്പെട്ട, അതും ലീഡർഷിപ്പ് നേടിയിട്ടുള്ള ദിവസങ്ങളുടെ ലീഡർഷിപ്പ് നേടിയിട്ടുള്ള പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്തു തീർക്കേണ്ടത് ദുആ ചെയ്യലാണ്. മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പോർഷിയാക്കപ്പെട്ട, മഹത്വമുള്ള, ബർക്കത്തുള്ള ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മളെല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തണം. നമ്മൾ ഓരോരുത്തരും ഓരോ ഇടപാടുകളിലുമായി, ഓരോ പ്രവർത്തനങ്ങളിലുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിന് സമയമുണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനാൽ തന്നെ സമയം കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ അർത്ഥമില്ല. കാരണം പിശാചി ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനുള്ളൊരവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പവിത്രമാക്കപ്പെട്ട സുന്ദരമായ വെള്ളിയാഴ്ച ദിനത്തിൽ നാം എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. കാരണം ദുആ എന്ന് പറയുന്നത് ഏതൊരു മുഅ്മിനീങ്ങളുടെയും ആയുധമാണ്. ആ ഒരു ആയുധം നമ്മൾ പ്രയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടും ആണെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് വല്ല രോഗാവസ്ഥയിലുമാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പവിത്രമാക്കപ്പെട്ട ഇന്നത്തെ ഈ സുദിനത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്തായാലും അതിനുത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഐശ്വര്യവും അഭിവൃദ്ധിയെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നാഥനോട് നമ്മൾ ഇരുകൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ എന്തായാലും ഇജാബത്ത് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. അതിനാൽ ഒരുപാട് സമയങ്ങൾ നമുക്കറിയാം. ജുമയുടെ മുമ്പ്, പിന്നെ ജുമയുടെ ശേഷം, ഖുതുബയുടെ മുമ്പ്, ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ്, പിന്നെ കൂടാതെ ജുമയ്ക്ക് ശേഷം, അസറിന് ശേഷം, ഇങ്ങനെ ഒരുപാട് സമയങ്ങളുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ നമുക്ക് ഉത്തരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ്. എങ്കിൽ പോലും മഹാന്മാർ വിശദീകരിക്കുന്നതിൽ ഒരു സമയം പറയുന്നത് ജുമയുടെ മുമ്പുള്ളൊരു സമയമാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും സഹോദരിമാർ അവരുടെ വീട്ടിൽ, ഭവനത്തിൽ വെച്ചും, കൂടാതെ പുരുഷന്മാർ പള്ളിയിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുത്ത് തങ്ങൾ പറഞ്ഞത് വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ നേരത്തെ പള്ളിയിൽ എത്തിച്ചേരണമെന്നാണ്. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മളെല്ലാവരും ജുമയുടെ മുമ്പായിട്ട് ഈ പരിശുദ്ധമായ
ഈ ഒരു ദിക്ർ ഹുസ്ന അടങ്ങുന്ന യാ അല്ലാഹു യാ റഹ്മാൻ ഈ പരിശുദ്ധ ദിക്ർ ഒരു 200 തവണ നമ്മൾ ഉരുവിടാൻ വേണ്ടി തയ്യാറാവണം. കാരണം ഒരുപാട് ബർക്കത്തും റഹ്മത്തും പോർഷിയെല്ലാം ലഭിക്കുന്ന അസ്മാഉൽ ഹുസ്നയിൽ അടങ്ങിയിട്ടുള്ള ഈ പരിശുദ്ധമായ ദിക്ർ നമ്മൾ 200 തവണ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മളുടെ രാജാതിരാജനായ തമ്പുരാനോട് നമ്മുടെ ഇരു കൈയും ഉയർത്തി നമ്മുടെ എന്താവശ്യവും, ചെറിയ ആവശ്യമാവട്ടെ വലിയ ആവശ്യമാവട്ടെ, നമ്മുടെ ഏതൊരാവശ്യവും നാഥൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. മഹത്തുക്കൾ ഹദീസിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതാണ് ഈ ദിക്ർ. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനാൽ 200 പ്രാവശ്യം എന്നാണ് ഹദീസിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ജുമയുടെ മുമ്പായിട്ട് നമ്മൾ ഈ പരിശുദ്ധമായ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ഈ പരിശുദ്ധ ദിക്ർ 200 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മുടെ എന്താവശ്യവും നമ്മുടെ രാജാതിരാജനായ മലക്കുൽ മുൽക്കായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇരു കരങ്ങളും നീട്ടി അവൻ്റെ മുന്നിൽ ദുആ ഇരുന്നാൽ എന്തായാലും നമുക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇന്നത്തെ ദിവസത്തിൽ ദുആ കൊണ്ട് എൻഗേജഡ് ആകാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് ഈ അവസരത്തിൽ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, വെള്ളിയാഴ്ച ദിനത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മുടെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്ത്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അത് കഴിവതും നമ്മൾ ഒരു 700 തവണ നമുക്ക് മുത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി സാധിക്കണം. കാരണം ഷാബാൻ മാസം എന്ന് പറയുന്നത് ഷഹബാനു ഷഹരി എന്നാണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്. ഷാബാൻ എൻ്റെ മാസമാണ്, മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. അപ്പോൾ ഷാബാൻ മാസത്തിൽ അത്രത്തോളം പവിത്രമായ പോർഷ്യാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് കൂടുതൽ വ്രതമനുഷ്ഠിച്ചതും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായ ഒരു മാസമാണ് ഷാബാൻ മാസം. അതിനാൽ തന്നെ നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു പവിത്രമായ ദിനമാണ് വെള്ളിയാഴ്ച ദിവസം. അതിനാൽ കഴിവതും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും 700 തവണയെങ്കിലും മുത്തിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേത് സ്വലാത്തും ആകാം. ഇപ്പോൾ നമുക്ക് ഏത് സ്വലാത്തും വലിയ സ്വലാത്താവണമെന്നൊന്നുമില്ല. കാരണം എല്ലാവർക്കും വലിയ സ്വലാത്ത് അറിഞ്ഞു കൂടണമെന്നില്ലല്ലോ. ഏറ്റവും പോരിശാക്കപ്പെട്ട പവിത്രാക്കപ്പെട്ട സ്വലാത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നമ്മുടെ അത്തയ്യാത്തിന് ശേഷമുള്ള കമാ സ്വല്ലൈത ഇബ്രാഹിമ അല തുടങ്ങുന്ന ആ സ്വലാത്താണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, മഹത്വമുള്ളത്. കഴിയുന്ന ആളുകൾക്ക് അത് ചെല്ലാം. അല്ലെങ്കിൽ ചെറിയ നമ്മുടെ അറിയുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് സ്വലാത്തും നമുക്ക് ചെല്ലാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പേരിൽ കഴിവതും ഒരു 200 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവിടുത്തെ പ്രിയപ്പറ്റണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം. അതെല്ലാ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. എങ്കിൽ പോലും മറന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ജുമാക്ക് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഈ ദിവസം തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓതി തീർക്കണമെന്നാണ് അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഈ ദിനത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഈ അടുത്ത വരുന്ന 10 ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ മാലാകമാരുടെ സംരക്ഷണം ഉണ്ടാവും. കാരണം പിശാചി ലഅനത്തുള്ളാഹി നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. അതിനാൽ തന്നെ അവൻ്റെ ഷെറിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാൻ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കവചമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം. അതിനാൽ തന്നെ
സൂറത്തുൽ കൗഫ് പാരായണം ചെയ്യുന്നതിലൂടെ 10 ദിവസത്തേക്ക് അള്ളാഹുവിൻ്റെ മാലാകമാരുടെ സപ്പോർട്ട് ഉണ്ടാവും, നമുക്ക് അവരുടെ കാവലുണ്ടാവും. അതിനാൽ തന്നെ അപകടങ്ങളിൽ പെടാതെ അതുപോലെ തന്നെ അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യപരമായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ഈ ഒരു സൂറത്ത് കാവലാണ്. അതിനാൽ തന്നെ എല്ലാവരും കഴിയുന്ന ആളുകൾ സൂറത്തുൽ കൗഫ് പാരായണം ചെയ്തുകൊണ്ട് ഈ പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ചത്തെ ദിവസത്തെ നമ്മൾ ധന്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ പിന്നെ പറയാനുള്ളതാണ് നഖം മുറിക്കുക എന്ന് പറയുന്നത്. നഖം മുറിക്കൽ നമ്മൾ ഈ വെള്ളിയാഴ്ചത്തെ സുന്നത്ത് കരുതി നമ്മൾ നഖം മുറിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാരാരോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി ലഭിക്കുകയും പിന്നെ അതിൽ നിന്ന് കാവ് ലഭിക്കുകയും ചെയ്യും. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ദിവസത്തിൻ്റെ പോരിശ കൊണ്ട് ബർക്കത്ത് കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് അവൻ നഖം മുറിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബർക്കത്ത് വേണമെന്ന ഉദ്ദേശത്തോടു കൂടി നഖം മുറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻക്ക് ആ ഒരു ആഴ്ചക്കാലം അവൻക്ക് ഒരു അസുഖവും ഉണ്ടാവില്ല, ഒരു മാറാരോഗവും ഉണ്ടാവില്ല എന്നതാണ് അവിടുന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെള്ളിയാഴ്ച നഖം മുറിക്കലിൻ്റെ സുന്നത്തിനെ ഞാൻ കരുതുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി നഖം മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഒരുപാട് കൂലികൾ നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞെടുക്കാൻ പറ്റുന്ന പവിത്രമാക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിനമാണ് വെള്ളിയാഴ്ച ദിവസം. അതിനാൽ തന്നെ മാക്സിമം നമ്മളെല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളതാണ് സുഗന്ധം പൂശുക എന്നത്. സുഗന്ധം പൂശൽ ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം നമസ്കാര സമയങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ സുഗന്ധം പൂശുമ്പോൾ അവരുടെ മാലാകന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും ആ നമസ്കാരത്തിന് 70 ഇരട്ടി കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുഗന്ധം പൂശ നമ്മൾ മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സഹോദരന്മാരാണെങ്കിലും അവരുടെ ഭവനങ്ങളിൽ വെച്ചും പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സുഗന്ധം പൂശിക്കൊണ്ട് പള്ളികളിലേക്ക് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം സുഗന്ധം പൂശുന്ന സുഗന്ധമുള്ള ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്തായിട്ട് മാലാകന്മാർ എപ്പോഴും ഉണ്ടാവുമെന്നാണ് ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒളുവുണ്ടാക്കിയതിൻ്റെ ശേഷം നമ്മൾ സുഗന്ധം പൂശിക്കൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവിടെ മാലാകന്മാരുടെ സാമീപ്യം ഉണ്ടാവുമെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല 70 ഇരട്ടി കൂലി നമുക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സുഗന്ധം പൂശിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ധനം ചെലവഴിച്ചത് സുഗന്ധത്തിൻ്റെ പേരിലാണ്. സുഗന്ധത്തിനാണ് അവിടുന്ന് കൂടുതൽ ക്യാഷ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ നല്ല മണമുള്ള സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവനക്ക് വലിയൊരു നേട്ടമുള്ള കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ ആളുകളും സുഗന്ധം ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിലും പിന്നെ ദൈവവിശ്വാസമാണെങ്കിലും അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിലും ആരാണെങ്കിലും സുഗന്ധം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരുമില്ല. എല്ലാവർക്കും സുഗന്ധം ഇഷ്ടമാണ്. ഇപ്പോൾ അവരുടെ മതത്തിൽ ചില ആളുകൾക്ക് വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, നിരീശ്വരവാദികളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അവർക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിൽ അനിഷ്ടക്കേടുണ്ടാവില്ല. കാരണം എല്ലാ ആളുകൾക്കും സുഗന്ധം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സുഗന്ധം ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരുണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ശത്രു ലഅനത്തുല്ലാഹി അലൈഹി ശൈത്വാൻ, അവൻക്ക് ദുർഗന്ധമാണ് ഇഷ്ടം. ദുർഗന്ധം വമിക്കുന്ന ആളുകളുടെ ചുറ്റുവട്ടത്തായിട്ട് അവൻ്റെ സാമീപ്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മളിൽ ആരെങ്കിലും അടുത്ത് ദുർഗന്ധമുണ്ടെങ്കിൽ, ഇപ്പോൾ കുളിക്കാത്തതോ അല്ലെങ്കിൽ വേറെ വൃത്തികേടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാണ് അവനുള്ളതെങ്കിൽ, വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവനുള്ളതെങ്കിൽ, അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
പിശാചിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. എന്നാൽ ഒരു മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുഗന്ധമാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതെങ്കിൽ അവിടെ മാലാഖമാരുടെ സാമീപ്യം ഉണ്ടാവുമെന്നതാണ്. അതിനാൽ തന്നെ നമസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും നമ്മൾ സുഗന്ധത്തിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഭവനങ്ങളെല്ലാം സുഗന്ധമുള്ള ഭവനമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാറാരോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ മുക്തി നേടാനും ഈ സുഗന്ധം നമ്മളെ കാരണമാണ്. അതിനാൽ തന്നെ എല്ലാവരും സുഗന്ധം ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഈ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ, ഇത് വെള്ളിയാഴ്ചയുടെ സ്പെഷ്യൽ ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ പാരായണം ചെയ്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ തുടങ്ങുന്ന ഈ ദിക്ർ നിങ്ങൾ ഉരുവിട്ടിട്ട് നാഥന്റെ മുന്നിൽ നിങ്ങൾ ഏതൊരാവശ്യം, മല പോലത്തെ എന്തൊരാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അത്രത്തോളം പ്രാധാന്യമുള്ള പോരിശാക്കപ്പെട്ട ദിക്റാണ് ഈ ദിക്ർ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മളോട് ചെല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു ദിക്റാണ് ഈ ദിക്ർ. അതിനാൽ തന്നെ നമ്മുടെ ലക്ഷ്യം നിറവേറാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാകാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി പറ്റുന്ന ഒരു പരിശുദ്ധമായ ദിക്റാണ് ഈ ദിക്ർ. അതിനാൽ തന്നെ അസറിന്റെ ശേഷം നമ്മൾ ഈ ദിക്ർ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ എന്താവശ്യവും നമ്മുടെ നാഥനോട് ഇരു കരങ്ങൾ നീട്ടിയിട്ട് നാഥനിലേക്ക് കൈ ഉയർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഇജാബത്ത് ലഭിക്കുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഈ പരിശുദ്ധമായ ദിക്ർ എല്ലാവരും ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരത്തിന്റെ ശേഷം ഉരുവിട്ടുകൊണ്ട് തൻ്റെ എന്താവശ്യമാണെങ്കിലും, ചെറിയ ആവശ്യമാണെങ്കിലും വലിയ ആവശ്യമാണെങ്കിലും എല്ലാം അറിയുന്നതും കേൾക്കുന്നവനുമായ നാഥന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അത് ഏതൊരു കാര്യമാണെങ്കിലും. അതിനാൽ തന്നെ പരിശുദ്ധമായ ഈ പവിത്രമാക്കപ്പെട്ട ശാബാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ടും പോർഷ നിറഞ്ഞതും മഹത്വം നിറഞ്ഞതും ബർക്കത്ത് നിറഞ്ഞതുമായ ദിവസത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങളും പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തട്ടിക്കളയില്ല. കാരണം അത്രത്തോളം ബർക്കത്തും റഹ്മത്തും കോരിച്ചൊരിയുന്ന ഈ പവിത്രമാക്കപ്പെട്ട ശബാൻ മാസത്തിൽ എന്തായാലും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നാഥൻ്റെ മുന്നിൽ സമർപ്പിക്കാനും ചോദിച്ചു വാങ്ങാനും പറ്റിയ പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദിനമാണ്. അതിനാൽ തന്നെ എല്ലാവരും മാക്സിമം നാഥൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ ആവശ്യം എന്താണോ അത് നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ഈ ദിക്റിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടാതെ ജുമാക്ക് പുരുഷന്മാരെല്ലാം നേരത്തെ പള്ളിയിലെത്തുക, പിന്നെ പോരുന്ന സമയത്ത് എളുപ്പമായി തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. അതൊക്കെയാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട റഹ്മത്തും ബർക്കത്തും കോരിച്ചൊരിയുന്ന ഈ പവിത്രമാക്കപ്പെട്ട ശാബാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വാലിഹായ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമാക്കപ്പെട്ട ശാബാൻ മാസത്തിൻ്റെ പോരിശ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് സ്വർഗ്ഗ പൂന്തോപ്പാക്കുമാറാകട്ടെ. ആരെങ്കിലും വല്ല ആദാബുകളും അവരുടെ ജീവിതകാലത്ത് ചെയ്ത തിന്മയുടെ പേരിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഷാബാൻ മാസത്തിൻ്റെ പോരിശ് കൊണ്ട് മഹത്വം കൊണ്ട് ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ഉയർത്തി അവർക്ക് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുത്ത് അവർക്കെല്ലാം സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഇസ്ലാമിക് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല നല്ല ഇസ്ലാമിക് ടോപ്പിക്ക് ഇനിയും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ യാസ് വ്ളോഗിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വിടുന്ന ഇതുപോലത്തെ നല്ല നല്ല ഇസ്ലാമിക് ടോപ്പ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.